കാണാൻ പോകണ്ട. ഈ മുന്നിന്റെ ഇവിടെ ഇങ്ങനെ തിരികെ വെച്ചിട്ട് വേണമെങ്കിൽ പുറത്തെടുത്താൽ മുഖത്തെ വേർപ്പ് തുടയ്ക്കാം എന്നുള്ള വീണ്ടും അവിടെ തന്നെ തിരികെ വെക്കണം. പുറത്തെടുക്കാൻ പാടില്ല. എന്തിനാ? കോൺഗ്രസിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന് അവരുടെ പതാക, അതായത് ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച വയനാട് മണ്ഡലത്തിൽ 3 നിയോജകമണ്ഡലങ്ങൾ വയനാട് ജില്ലയിലുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നിയമമണ്ഡലങ്ങളും മുസ്ലിം ലീഗിന് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ വോട്ടാണ് ഈ 3.5-4 ലക്ഷം രൂപ വോട്ട് വാങ്ങി ഭൂരിപക്ഷം വാങ്ങി രാഹുൽ ഗാന്ധി ജയിച്ചത്. ആ മുസ്ലിം ലീഗിന് BJP-ക്കാർ കോൺഗ്രസിന് പഴിചാരും. മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ പാകിസ്ഥാന്റെ കൊടി പോലെ ഉണ്ട് എന്ന് വടക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിക്കും. അതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടം വരും. അതുകൊണ്ട് നിങ്ങൾ കൊടി വെടിയിലെടുക്കരുതേ എന്ന് പറയാം. ഈ മുസ്ലിം ലീഗിന് നേതാക്കന്മാർക്ക് ഇനിയും നാണമില്ല. അണികൾ അവനാകെ അസ്വസ്ഥനാണ്. ഒരു പാർട്ടി പ്രവർത്തകന്റെ അവകാശമാണ് അവന്റെ പതാക. ആ പതാക എടുത്ത് ഉയർത്തി കാണിക്കാൻ അനുവദിക്കാത്ത മുസ്ലിം ലീഗിന്റെ നേതൃത്വം കോൺഗ്രസിനും UDF-നും അടിയറ വെച്ചിരിക്കും. അധികാരത്തിന് വേണ്ടി അടിയറ വെച്ചിരിക്കുകയാണ്. അല്ലേ? അവരവിടെ നിൽക്കാനുള്ള നാണമുണ്ടോ അവർക്ക്? എന്താണ് ഇവിടെ? BJP-ക്കാരനെ ഭയന്നിട്ടാണ് മുസ്ലിം ലീഗുകാരനെ കൊടി പുറത്തെടുക്കരുത്. BJP-ക്കാരൻ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടവൻ ഇഷ്ടപ്പെടേണ്ടി പോടാന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടോ? നീ പോടാ എന്ന് പറയാനുള്ള ധൈര്യമില്ല. അപ്പൊ എന്താ മുസ്ലിം ലീഗുകാർ പറഞ്ഞു ദയവ് ഇത് കൊടി വെടിയിലെടുക്കരുത് എന്ന് പറയാം. എന്താ ഗതികേട്? കോൺഗ്രസ്സുകാരനെ അപ്പൊ ആരെ ഭയന്ന് ജീവിക്കുന്നു? BJP-ക്കാരനെ ഭയന്ന് ജീവിക്കുന്നു കോൺഗ്രസ്സുകാരൻ. ഞാൻ പറഞ്ഞല്ലേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കുള്ള അവകാശം എന്താ? ഭയമില്ലാതെ. ബ്രിട്ടീഷുകാരനെ 200 കൊല്ലം പഠിച്ചു. ഭയമില്ലാതെ ഇന്ത്യയിൽ ജീവിക്കണം. ഒരു മുസൽമാനായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ആര് തന്നെയായാലും ദളിതരായാലും ഭയമില്ലാതെ ജീവിക്കണം. വടക്കേ എന്താ കാണുന്നത്? ദളിതനായ ഒരു കുട്ടി അവന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു കുതിരപ്പുറത്ത് കയറി. നമ്മൾ കണ്ടല്ലോ. അവന്റെ കവാലക്കുറ്റി കഴിച്ച് താഴെ ഇറങ്ങി. അപ്പൊ ഇപ്പോഴും ദളിതരുടെ സ്ഥിതി വടക്കേ ഇന്ത്യയിൽ ഇത് തന്നെ. അവനൊരു ആഗ്രഹം തോന്നി, എല്ലാവരും കുതിരപ്പുറത്ത് കയറി കല്യാണം കഴിച്ചു പോവൊക്കെ ഇട്ട് ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നു. അവനും ആഗ്രഹം തോന്നി. അവനും മനുഷ്യനല്ലേ, അവനും അവന്റെ വിവാഹം ആഘോഷിക്കണ്ടേ. അവനൊരു കുതിരയുടെ പുറത്ത് കയറി അവന്റെ നിലയ്ക്ക്. അവൻ പൈസ കൊടുത്തൊരു കുതിരയെ വാടകയ്ക്ക് എടുത്തതിനെ പുറത്തിരുമ്പോൾ അവനെ മാരകമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ. അപ്പൊ ഈ മുന്നോക്കക്കാരനും പ്രമാണിയും പാവപ്പെട്ടവനും ദളിതനും എല്ലാം ഇന്നും വടക്കേ ഇന്ത്യയിലുണ്ടെന്ന് ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട സൂര്യയുടെ ഒരു സിനിമയുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തെ കുറിച്ച് പറയുന്ന ഒരു സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന്. ആ സിനിമയില് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പാമ്പ് പിടിച്ച് ജീവിക്കാൻ മാത്രമാണ് അവകാശം. പാമ്പ് പിടിച്ച് അതിന്റെ വിഷം എടുത്തു കൊടുക്കുക. അവർക്ക് നിഷേധിക്കുന്ന നീതിയെക്കുറിച്ച് ഈ ആധുനിക കാലത്തിൽ തമിഴ്നാട്ടിൽ പോലും ദളിതനായ ഒരു പാവപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുന്ന കാഴ്ചയാണ് ആ സിനിമയിൽ. നമ്മുടെ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ സിനിമ. സൂര്യ അഭിനയിച്ച വളരെ ഹിറ്റായ സിനിമയാണ്. പേര് ഞാൻ ഓർക്കുന്നില്ല. ജയ് ഭീം എന്ന് പറഞ്ഞ പടമാണ്. ജയ് ഭീം എന്ന് പറയുമ്പോൾ നമുക്ക് അംബേദ്കറെ ഓർമ്മ വരും. അംബേദ്കർ ജീവിച്ച നാട്ടിൽ, അദ്ദേഹം ഭരണഘടനയുടെ നാട്ടിൽ ദളിതൻ അനുഭവിക്കുന്ന യാതന നമ്മൾ ആ സിനിമയിൽ കണ്ട്. ഈ അടുത്ത കാലത്തെ കാര്യമാണ് പറയുന്നത്, സ്വതന്ത്ര ഭാരതത്തിലെ കാര്യം പറയുന്നത്. പക്ഷെ കേരളത്തിൽ അതുണ്ടോ? ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ, ഒരു ദളിതനെ ദേഹത്ത് കൈവയ്ക്കാൻ കേരളത്തിൽ കഴിയുമോ? ചീത്ത പറയാൻ കഴിയുമോ? കേരളത്തിൽ അത് ചെയ്യുമോ കേരളത്തിലെ ജനങ്ങൾ? ഇല്ല. എന്താണ്? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തിന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച്. തൃശ്ശൂര് ഇന്ത്യയുടെ തന്നെ, കേരളത്തിന് മാത്രം ഇന്ത്യയുടെ തന്നെ സാംസ്കാരിക തലസ്ഥാനമാണ്. നാളെ പൂരമാണ്. ലോകമാകാംക്ഷയോടെ കാണാൻ, ജാതി മതങ്ങൾക്ക് അതീതമായി, ഭാഷകൾക്ക് അതീതമായി കാണാൻ കൊതിക്കുന്ന തൃശ്ശൂർ പൂരം. ആ പൂരം നടക്കുന്ന മണ്ണാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. സംസ്കാരത്തിന്റെ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സാംസ്കാരിക കേന്ദ്രമായ തൃശ്ശൂരിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഒരു മര്യാദയും കാണിക്കണ്ട. നമ്മൾ അതിനകത്ത് വർഗീയത പാടില്ല. കാരണം കേരളത്തിൽ നിന്ന് പോകുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഒരൊറ്റ മെമ്പറും കൂറുമാറില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്നാ കർണാടകത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസ്സുകാരൻ അവിടെ കാണുന്ന വല്ല ഉറപ്പുണ്ടോ? ഇപ്പൊ ഒരു പണക്കാരനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പണക്കാരെ കണ്ട പേടിക്കും മലയാളി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. DK ശിവകുമാർ എന്നൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാന്ന് ചോദിച്ചാൽ കർണാടകത്തിലെ വലിയൊരു പണക്കാരനാണ്. ഇപ്പൊ ഡെപ്യൂട്ടിയാന്ന് പറഞ്ഞേ. ഡെപ്യൂട്ടിക്ക് 6 മാസം പ്രസിഡന്റ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ വലിച്ചു തറയിലിടും. എന്തുകൊണ്ടാണ് പിന്നോക്കക്കാരനും സമ്പന്നനുമല്ലാത്ത മുതിർന്ന കോൺഗ്രസ് നേതാവായ സിദ്ധരാമയ്യെ കേരളത്തിൽ പ്രചരണത്തിന് കൊണ്ടുവരാത്തത്? മുഖ്യമന്ത്രി അവിടെ നിൽക്കുമ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പണക്കാരനായതുകൊണ്ട് മാത്രം വരികയാണ് കേരളത്തിലേക്ക്. പണം ആർക്കാണോ ആവശ്യമുള്ളവർ അവരെ മണ്ഡലത്തിൽ. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ആലപ്പുഴ ചെന്നപ്പോൾ അവിടുത്തെ UDF സ്ഥാനാർത്ഥി DK ശിവകുമാർ. ഞാൻ വിചാരിച്ചത് തടിക്കാരൻ. നോക്കിയപ്പോൾ ശരി, എന്താ ക്വാളിഫിക്കേഷൻ? പൈസ ഉണ്ട് എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. ഇഷ്ടംപോലെ സ്വന്തം വിമാനത്തിലാണ് വന്നത്. ഞാൻ വടകരയ്ക്ക് പോകാൻ വേണ്ടി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ സ്വന്തം വിമാനം തിരുവനന്തപുരത്ത് ശശി തരൂരിലൂടെ യാത്ര. എന്താ കാര്യം എന്നറിയാം?
അവിടെ വേറൊരു പണക്കാരൻ നിൽക്കുന്നുണ്ട് BJP സ്ഥാനാർത്ഥിയായിട്ട്, ഒരു കോടീശ്വരൻ. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം നികുതി കൊടുക്കേണ്ട പണം 850 രൂപ, 826 രൂപയ്ക്ക് 826 രൂപയ്ക്ക് ഇൻകം ടാക്സ് വാങ്ങിക്കാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹം കൊടുത്തില്ല. കേരളത്തിലെ ഒരു പ്രമുഖ ചാനലടക്കം, കന്നഡയിലെ ചാനലടക്കം, ബോംബെയിലെ ചാനലടക്കം കോടാനുകോടി രൂപയുടെ, അതായത് ഏഷ്യാനെറ്റ് ചാനലിനെ ഡിസ്നി വേൾഡിന് 1200 കോടി രൂപയ്ക്ക് വിറ്റ ആശാനെ 850 രൂപ അടച്ചാൽ മതി എന്നാ പറയുന്നത്. ടാക്സ് നമ്മൾ ഞെട്ടിപ്പോത്തല്ലേ ഉള്ളൂ. പാവം. കേരളത്തിലെ നിക്ഷേപം നടത്തണമെന്ന് വെമ്പുകയാണ് അദ്ദേഹത്തിന് ഹൃദയം. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒന്ന് വെമ്പുകയാണ്. കേരളത്തിൽ ഒന്നും വരുന്നില്ല, പിണറായി അവന്റെ കുഴപ്പക്കാരൻ, എനിക്ക് നിക്ഷേപിച്ചോളാൻ വയ്യ. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ കേരളത്തിൽ ഏറ്റവും വലിയ നിക്ഷേപം നടത്തിയിരുന്ന ആളാണ്, BPL നമ്പ്യാർ. പാലക്കാട് BPL എന്ന കളർ TV, ഇന്ത്യയിൽ ആദ്യമായി കളർ TV ഉണ്ടാക്കി ഇറക്കിയ BPL നമ്പ്യാരുടെ ഫാക്ടറി പാലക്കാടായിരുന്നു. അദ്ദേഹമാണ് BPL മൊബൈൽ ആദ്യം, ഇന്ന് കാണുന്ന ഈ വോഡാഫോൺ എന്ന് പറയുന്ന സാധനം ആദ്യം BPL മൊബൈലായിരുന്നു. അതും ശ്രീ നമ്പ്യാര് എന്ന് പറയുന്ന മലയാളിയായ നിക്ഷേപകൻ, സംരംഭകൻ പാലക്കാടിന്റെ മണ്ണിൽ തുടങ്ങിയതാണ്. ഫോൺ നിർമ്മാണശാല. BPL ഫോൺ ഉണ്ടായിരുന്നു, ഈ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, ആദ്യം TV ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ വന്നപ്പോൾ ആദ്യം കേരളത്തിൽ വരുന്ന എസ്കോട്ടിലും BPL ആണ്, 2 കമ്പനികളാണ്. അത് BPL. ആ BPL-നെ വേരോടെ പാലക്കാട് നിന്ന് പിഴുത് ബാംഗ്ലൂരിൽ കൊണ്ട് നട്ട മഹാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിക്ഷേപിച്ചോളാൻ വയ്യ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പത്തനാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോൾ ആ ലുലുമാളിന്റെ ഇപ്പുറത്ത് തിരുവനന്തപുരത്തിൽ ബോർഡിരിക്കുന്നു, ടെക്ക് രാജീവിനെ വിജയിപ്പിക്കുക. ടെക്ക് ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചതാട്ടോ. തിരുവനന്തപുരത്ത് 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നത്. നല്ലൊരു കാലം സിനിമയിൽ അഭിനയിച്ചതും തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് തന്നെ. പക്ഷെ തിരുവനന്തപുരത്തുകാരെ ടെക്നിക്ക് പഠിപ്പിക്കാൻ ടെക്ക് രാജീവായില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് എല്ലാ സ്ഥലത്തും, തൃശ്ശൂരിൽ നിന്നുള്ളവരും കോഴിക്കോട് നിന്നുള്ളവരും എല്ലാം തിരുവനന്തപുരത്ത് വന്ന് എല്ലാ ടെക്നിക്കും പഠിച്ചാൽ അവിടെ വന്നിട്ട് ഇയാൾ ടെക്ക് പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ടെക്നിക്ക് എന്ത് ടെക്നിക്കാണ്? നിക്ഷേപം വരാത്തോണ്ട്, കേരളത്തിൽ നിക്ഷേപം വരാത്തോണ്ട് ദണ്ണ എന്ന ഒരു 2 കോടി രൂപയുടെ നിക്ഷേപം അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ നടത്താൻ ഇനി പറ്റത്തില്ല, കാരണം 850 രൂപയല്ലേ ഉള്ളൂ ടാക്സ് കൊടുക്കാൻ. ഈ 850 രൂപ വെച്ച് ഒരു മോതിരം പോലും കിട്ടത്തില്ല, ഒരു പണയുടെ ഒരു മോതിരം പോലും കിട്ടത്തില്ല. ഇതുപോലുള്ള ആളുകൾ ഇറങ്ങിയിരിക്കുക. തൊലിക്കെട്ടി എന്ന് പറയുന്നത് BJP-കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ കാണ്ടാമൃഗം. എന്നാലും ആലപ്പുഴ പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരിമാരോട് പറഞ്ഞ് കാണ്ടാമൃഗത്തെ ഞാൻ തൊലിക്കെട്ടി എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതെന്താ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, മന്ത്രിയാകാൻ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിയാവുന്ന പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായി, ഇനി ഇതിനേക്കാളും വലിയ മന്ത്രിയാവും. ചെറങ്ങിഴി ചെന്നപ്പോൾ അവിടെ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി പറഞ്ഞു ഞാനാ മന്ത്രി എന്ന് പറയുന്നു. ഈ മന്ത്രിസഭ എത്ര പേരാ? അപ്പൊ സുരേന്ദ്രൻ കൊല്ലത്ത് വന്ന് പറയുന്നു കൊല്ലത്ത് മത്സരിക്കുന്ന ആളാണ് മന്ത്രി. ഇന്ന് അയാൾ തിരുത്തിയിട്ടുണ്ട്. ഗണേഷ് കുമാർ വെറുതെ പറയുന്ന ജയിച്ചാൽ ഞാൻ മന്ത്രിയാ എന്ന് കരഞ്ഞുകൊണ്ട് പറയുക കൊല്ലത്തുനിന്ന്. ആലപ്പുഴ വന്നപ്പോ അതെല്ലാം കഴിഞ്ഞ് വനിതാ മന്ത്രിയായി മത്സരിക്കുന്ന, മന്ത്രിയായിട്ട് മത്സരിക്കുക. ഞാനും മാസ്റ്ററൊക്കെ മത്സരിച്ചിട്ടുണ്ട്, MLA ആയിട്ട് മത്സരിക്കാറുണ്ട്, പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മത്സരിക്കാറില്ല. പക്ഷെ നാണം എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് പലരും പറയും ഇലക്ഷൻ കഴിക്കുമ്പം കേരള കോൺഗ്രസ് പാർട്ടിയാണ്, ഞാൻ മുന്നണിയിലുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും ജയിച്ചു വന്നാൽ സാറ് മന്ത്രിയാവുമല്ലോ എന്നൊരു, LDF സർക്കാർ വന്നാൽ സാറ് മന്ത്രിയല്ലയോ എന്നൊക്കെ പറയും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് പറയുമ്പോൾ നമുക്കൊരു നാണം. അങ്ങനെ മന്ത്രിയാവാനല്ല, നമ്മൾ ജനങ്ങളോട് MLA ആവാൻ. ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന, ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന മന്ത്രിയാവാനല്ല, MLA ആവാൻ. പക്ഷെ വന്നപ്പോൾ നേരെ അങ്ങ് മന്ത്രിയായി എന്നുള്ളത് എൻ്റെ ഒരു തലയിലെഴുത്ത്, ദൈവത്തിൻ്റെ ഒരു തീരുമാനം 2001-ൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ബോർഡ് വെച്ചേക്കുക വനിതാ മന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക BJP-യുടെ. അത് കഴിഞ്ഞ് തൃശ്ശൂർ വന്നപ്പം ഞാനാണ് മന്ത്രി. ഇവിടെ നെഞ്ചത്തടിച്ച് പറയുക ഞാനാണ്, യുവമാരൊന്നുമല്ല, ഈ അലവലാദികളൊന്നുമല്ല, ഞാനാണ് മന്ത്രി. സുരേന്ദ്രൻ വയനാട്ടിൽ നിന്ന് പറയുന്നു ഞാനാണ് മന്ത്രി. അങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞു ഗണപതി വട്ടം. ഞാൻ പറഞ്ഞു സുരേന്ദ്ര, എനിക്ക് സുരേന്ദ്രൻ്റെ നമ്പർ അറിയത്തില്ല, ഞാൻ പലരോടും ചോദിച്ചൊന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ആനുകൂല്യം ചെയ്താൽ നന്നായിരുന്നു. ഈ ഗണപതി വട്ടം എന്നുള്ളത് ഗണേശ വട്ടം എന്നൊന്നാക്കി തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം എനിക്ക് പിന്നെ ചത്താലും പ്രതിമ വെക്കണ്ടല്ലോ, ഞാൻ ചത്ത പ്രതിമ വെക്കണ്ടല്ലോ. ഒരു സ്ഥലത്തിന്റെ പേര് ഗണേശ വട്ടം എന്ന് മാറ്റി കിട്ടി. ഇത് വട്ടമല്ല, ഇത് വട്ടമുള്ളതുകൊണ്ട് പറയുന്ന ഈ മാറ്റാമെന്നുള്ള നടക്കുന്ന കാര്യമല്ല. ഏതായാലും മാറ്റുന്നത്. എൻ്റെ അച്ഛൻ എനിക്ക് പേരിട്ടത് കൊട്ടാരക്കര ഗണപതിയുടെ പേരാണ് ഇട്ടത്. കൊട്ടാര ഗണപതിയുടെ പേരാണല്ലോ ഗണേശൻ.
തെറ്റില്ല. ഗണപതി വട്ടത്തിന് വരെ ഗണേശ് വട്ടം നിട്ടാൽ രണ്ടു കൂട്ടർക്കും ഒരു സന്തോഷമായി. അങ്ങനെ സുരേന്ദ്രനെ ഒന്ന് കാണാനിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഒരു അഭ്യർത്ഥന കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ രാജ്യത്തെ ജനങ്ങളെ കളിപ്പിക്കുകയാണ്. പൗരത്വ നിയമം ഇപ്പൊ കോൺഗ്രസ്സുകാരും ചോദിക്കുന്നു, BJP-കാരും ചോദിക്കുന്നു, ഈ പൗരത്വ നിയമം ഇന്ത്യയിൽ വന്നുകൊണ്ടുകൊണ്ട് ഈ പിണറായി വിജയൻ എന്തോ വേണമെന്നാണ് ചോദിക്കുന്നത്. ഈ മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ നടപ്പിലാക്കത്തില്ല എന്ന് പറയുന്നു. അങ്ങേർക്ക് എന്ത് കാര്യം? നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പൗരത്വ നിയമം നടപ്പിലാക്കിയ തെറ്റെന്നൊക്കെ LDF-ഉം പ്രസംഗിച്ച് പോകാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ രഹസ്യം ഇരിക്കും. ആ രഹസ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ മനസ്സിലാവും എന്താണ് പൗരത്വ നിയമം. ആ പൗരത്വ നിയമത്തിൽ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലർക്കെങ്കിലും അറിയാം. ഈ പൗരത്വ നിയമത്തിന് അനുബന്ധമായ ഒരു പൗരത്വ രജിസ്റ്റർ എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ എല്ലാ പൗരന്റെയും പേരെഴുതും. അതിൽ ഇപ്പം ഇരിഞ്ഞാലക്കുട താമസിക്കുന്ന ഒരു മുസ്തഫ അല്ലെങ്കിൽ ഒരു അഹമ്മദ് എഴുതുകയാണ്, ഞാൻ ഇന്ത്യയുടെ പൗരനാണ്, അഹമ്മദ് ഇന്ന അഡ്രസ്സ്. നമുക്കറിയാം, നമ്മൾ മുമ്പ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു, ഇപ്പം മുൻ മെമ്പറാണ്, മുൻപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആളിനെ. നമുക്കറിയാവുന്ന ആളാണ്, എല്ലാ ദിവസവും കാണുന്ന ആളാണ് കമ്പളത്തി വെച്ച്. പക്ഷേ ഏതെങ്കിലും ഒരു സംഘി പോയി എഴുതി കൊടുക്കുകയാണ്, ഈ അഹമ്മദ് എന്ന് പറഞ്ഞ ആള് ഇന്ത്യക്കാരനല്ല, ഇയാളെ അപ്പൂപ്പൻ പാകിസ്ഥാൻകാരനായിരുന്നു, ഇയാൾക്ക് പൗരത്വം ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അഹമ്മദിന്റെ ചുമതലയാണ് അഹമ്മദിന്റെ അപ്പൂപ്പന്റെ SSLC ബുക്ക് കൊണ്ടുവരണം. ഏതാ SSLC പരീക്ഷ? അന്നില്ല. SSLC ബുക്ക് കൊണ്ടുവരണം. ആലോചിക്കണം. ജാതകം കൊണ്ടുവരാൻ പറ്റത്തില്ല. പണ്ട് ജാതകം കൊടുത്ത് നമ്മൾ ജോലിക്ക് കയറുമായിരുന്നു, സർക്കാർ ജോലിയിൽ. 75 വയസ്സാകുമ്പോഴേക്ക് പലരും പെൻഷൻ പറ്റി. അങ്ങനെയുള്ളവരും കഴിഞ്ഞു, അവരെ കാലവും കഴിഞ്ഞു. 1977 മുതൽ പാസ്പോർട്ട് എടുക്കാൻ പോലും ജനന സർട്ടിഫിക്കറ്റ് വേണം. ഈ അപ്പൂപ്പന്റെ ജനന സർട്ടിഫിക്കറ്റ്. എൻ്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ളയാണെന്ന് എനിക്കറിയാം, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കീഴൂട്ട് രാമപിള്ളയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരുപക്ഷെ അച്ഛൻ മരിക്കുന്നതിനും അച്ഛനോട് ചോദിച്ചിരുന്നെങ്കിൽ അച്ഛൻ്റെ അപ്പൂപ്പൻ ആരായിരുന്നു എഴുതി വെക്കാൻ മതി. കാരണം അത്രത്തോളം നമ്മൾ എൻ്റെ അപ്പൂപ്പൻ ആരാണെന്ന് ചോദിക്കാൻ പറ്റും, അറിയാൻ പറ്റത്തില്ല. ആ നിലയിൽ ഈ അഹമ്മദ് തെളിയിച്ചില്ലെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യും. ഇയാൾ ഇന്ത്യൻ പൗരനല്ല, ജയിലിൽ കിടക്കണം. എന്നാൽ പാകിസ്ഥാൻ പൗരനാന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ അതിർത്തി കൊണ്ട് അങ്ങോട്ട് തള്ളുമ്പോൾ അവര് കയറ്റിയാൽ അവിടുത്തെ ജയിലിൽ കിടക്കാം, അവർ കയറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ ജയിലിൽ കിടക്കാം. നമ്മുടെ കൂടെ ജീവിച്ച്, നമ്മുടെ പഞ്ചായത്ത് മെമ്പറായ, നമ്മുടെ കൂടെ നടന്ന്, നമ്മളോട് തമാശ പറഞ്ഞ് ചിരിച്ച്, നമ്മുടെ തോളിൽ കേട്ട് നടന്ന്, നമ്മുടെ ക്ലാസ്സിൽ കൂടെ പഠിച്ച്, പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി, ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന നമ്മളെ പ്രിയപ്പെട്ട അഹമ്മദിനെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ കൊണ്ട് പൂച്ചക്കുട്ടിയെ ചാക്കിൽ കെട്ടി കളയാൻ നരേന്ദ്രമോദിയെയും കൂട്ടരെയും RSSകാരെയും അനുവദിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ആ പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ ഉണ്ടാക്കില്ല എന്നാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. അല്ലാതെ ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. ആ രജിസ്റ്ററിന്റെ പണി ഇവിടെ നടക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കുക. അല്ലാതെ എല്ലാവരും സതീശനും ചോദിക്കുന്നു, ഈ പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്ന ഇയാളാരാ പറയാൻ? ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി പറയുന്നു പൗരത്വ നിയമം വരണം. അത് മാത്രം പോരാ, ഏകീകൃത സിവിൽ കോഡ് വരണം. ആർക്ക് ഏകീകൃത സിവിൽ കോഡ്? ആർക്കാ? ഈ രാജ്യത്തറിയാം. നിങ്ങൾ വിചാരിക്കും ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കുമാണ് വ്യക്തി നിയമങ്ങളുള്ളത്. അല്ല, ഏറ്റവും കൂടുതൽ ആചാരങ്ങളും കർശനമായ നിഷ്ഠകളുമുള്ളത് ഈ രാജ്യത്തെ ആദിവാസികൾക്കാണ്. അവരുടെ ഇടയിൽ അവർക്ക് ഭയങ്കര ചിട്ടവട്ടങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഈ നമ്മൾ പറയും ബ്രാഹ്മണനാണ് ആചാരങ്ങൾ, അതൊന്നുമല്ല. ബ്രാഹ്മണൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വയനാട്ടിലൊക്കെ പോകണം. ഞാൻ കുറച്ചാൾ വനമന്ത്രി ആയിരുന്നോണ്ടറിയാം. അവരുടെ ആ ജീവിതത്തിലെ അടുക്കും ചിട്ടകളും അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരെ കൊന്നാലും ഒരു വ്യതിചരിയില്ല. അവരെയാണിത് ബാധിക്കാൻ പോകുന്നത്. ഇവരെ വിചാരം ക്രിസ്ത്യാനിയെ ബാധിക്കുന്നത്, മുസ്ലിമിനെ ബാധിക്കും, അങ്ങനൊന്നുമല്ല. ഏറ്റവും പ്രധാനമായ ആചാരങ്ങളുള്ളതും ജീവിതചര്യയിൽ ചിട്ടകളുള്ളതുമായ ഒരു വിഭാഗമാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടത്. വിവിധ വിഭാഗങ്ങളും ഓരോരുത്തരും അവരുടെ ഓരോ വിഭാഗത്തിനും പ്രത്യേകമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും. അതൊന്ന് മനസ്സിലാക്കണം. അത്രയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാതെ നമുക്കെന്ത് ഏകീകൃത സിവിൽ കോഡ്, അത് മുസ്ലിങ്ങൾക്കുള്ള പ്രശ്നം, ക്രിസ്ത്യാനികൾക്കുള്ള പ്രശ്നം, അതല്ല. ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി പറഞ്ഞു, ഞാൻ ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പിലാക്കുമെന്നാണ്. എന്നിട്ട് പറയുന്നു അദ്ദേഹം ഇഫ്താർ വിരുന്നിന് പോയതിനെ കുറിച്ച് ഞാൻ കളിയാക്കുന്നു എന്നാണ്. ഞാനല്ല, ഈ നാട്ടിലെ ഒരു ബോധമുള്ള എല്ലാവരും കളിയാക്കി. അപ്പം അതിന് മറുപടി എന്തുവാ? ഞാൻ കൊല്ലത്തുള്ള വലിയൊരു പഴയ മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഞാൻ ചാപ്പാട് അടിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇപ്പം നിൽക്കുന്ന പാർട്ടിക്ക് നിൽക്കാൻ പാടില്ല. കാരണം ഒരു കലാകാരൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാം, പക്ഷെ ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെ ആളാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറയില്ല. ഞാൻ ഉടുത്തിരിക്കുന്ന ഈ ഷർട്ടും കയ്യിലിട്ടിരിക്കുന്ന ഈ വളയും വാച്ചും മോതിരവും ഉടുത്തിരിക്കുന്ന മുണ്ടും ഉപയോഗിക്കുന്ന വാഹനവും അതിലടിക്കുന്ന പെട്രോളും ഈ രാജ്യത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ദളിതരും സർവ്വമതസ്ഥരും എൻ്റെ സിനിമകൾ കണ്ടപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ കിട്ടിയ ഓഹരിയുടെ ഒരംശം മാത്രമാണെന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് കഴിയും. ഞാൻ എൻ്റെ സിനിമ കാണാൻ എല്ലാവരും വരണം.
ഞാൻ പക്ഷെ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിറങ്ങേണ്ടിയിരിക്കുന്നു. എന്റെ സിനിമ അപ്പം ആരാണ് മാന്യൻ? ഈ BJP-യിൽ പോയി ചേർന്ന് അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണോ മാന്യൻ? ജനങ്ങളാണോ മാന്യൻ? കഴിഞ്ഞ 2 ആഴ്ച പറഞ്ഞ അയാളുടെ പടത്തിനും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം കയറി പടം കണ്ടു. ഒരു കലാകാരനല്ലേ എന്ന് വിചാരിച്ചു. ആ മര്യാദ തിരിച്ചിങ്ങോട്ട് വേണ്ടി, ആ മര്യാദ തിരിച്ചിങ്ങോട്ട്. കേരളത്തിലെ ഹിന്ദുക്കളെ മാത്രം പണം കണ്ടാൽ മതിയാടെ മതിയെങ്കിൽ അതങ്ങ് പ്രഖ്യാപിക്കേ. അത് പ്രഖ്യാപിച്ചോ? ഒരു കലാകാരന് ജാതി ചിന്തകൾ പാടില്ല. ഞാനിപ്പോ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയാൽ നമുക്ക് ഇന്നസെന്റ് ചേട്ടൻ ഈ നാട്ടുകാരനാണ്, ഇടവേള ബാബു കൂടെ ഉണ്ട്, അവരുടെ ചോദിക്കും. സിനിമ അഭിനയിക്കാൻ പോയ പണ്ട് 2 നടന്മാർക്ക് ഒരു മുറിയാണ് കൊടുക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ നടന്മാർക്ക് ഓരോരുത്തർക്കും പോകാൻ ഓരോ കാറ്, താമസിക്കാൻ ഓരോ സൂട്ട് റൂം. അതൊക്കെ ഇപ്പോഴത്തെ കാലമാണ്. അന്നത്തെ കാലത്ത് ഞാനൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ, ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ അഭിനയിക്കാൻ വരുമ്പോഴും 2 പേർക്ക് ഒരു മുറിയാണ്. ഞാൻ ഇയാളും കൂടെ ഒരു മുറി താമസിക്കുന്നു പലപ്പോഴും. പക്ഷെ ഇയാൾ നമ്മളെ കൂടെ താമസിപ്പിക്കത്തില്ല. കാരണം ഇയാളുടെ അനിയനെ കൊണ്ടുവന്നയാളെ കൂടെ താമസിക്കും. ഞങ്ങളാരും അനിയനെ കൊണ്ടുപോകാറില്ല, ബന്ധുക്കളെയും കൊണ്ടുപോകാറില്ല, ചിങ്കിടികളെയും കൊണ്ടുപോകാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സിനിമാ നടന്ന നിലയിൽ ഒരു മേക്കപ്പ്, ടച്ചപ്പ്, ചിങ്കിടിയൊന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ എന്നോട് പലരും ചോദിക്കും എന്താന്ന് ചോദിക്കാൻ ഞാൻ പറയും, നമ്മളെ തന്നെ ആളിൽ സഹിക്കുന്നത്, ഇനിയിപ്പോൾ ഒരുത്തനെയും കൂടെ കൊണ്ടുപോയി അവനെയും കൂടെ സഹിക്കണ്ടേ? ഒന്ന് ആലോചിക്കണം. അത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥത അന്നയുണ്ട്. വേറെ ആരെയും മുറിയില്ല. ഞാനും കൊച്ചിൻ അനീഫയും ഒരേ മുറി താമസിച്ചു. ഞാനും ഇന്നസെന്റ് ചേട്ടനും ഒരേ മുറി താമസിച്ചു. ഞാനും കുഞ്ചേട്ടനും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ഞാനും മണിയമ്പള രാജു ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഒരേ മുറിയിൽ. ഞങ്ങൾ 2 പേർക്കാണ് ഒരു മുറി. ഒന്നാലോചിക്കണം. ആ സ്നേഹം, ആ ബന്ധം, അത് ജാതിയുടേതാണോ? ഞാനും കൊച്ചിൻ അനീഫയും ഒരു ജാതിയാണോ? ഞാനും ലാലു ലക്ഷം ഒരു ജാതിയാണോ? ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു മുറിയിൽ. അന്നത്തെ കാലം. അതിൽ നിന്ന് മാറിയിട്ട് ഒരു നടൻ സ്വയം ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുകയും മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, NSS-ൽ നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കിയ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിൽ ഇന്നും നായർ സമുദായം ഓരോ കരയോഗത്തിലും പ്രതിജ്ഞ ചെയ്യാറുണ്ട്. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് പ്രവർത്തിക്കുന്നു, ഒപ്പം ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായതൊന്നും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് നായർ സമുദായം. ഈ ലോകത്ത് ഒരേ ഒരു സമുദായം പ്രതിജ്ഞ ചെയ്യുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ ജീവിച്ചു 100 വർഷങ്ങൾക്ക് മുമ്പ്. ജാതി വ്യത്യാസങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടി. നമ്മൾ അഭിമാനത്തോടെ കേരളം ഇന്നത്തെ നിലയിൽ എത്തിയത് ഇവരെ പോലുള്ള മഹാന്മാർ ഗുരുദേവനിൽ നിങ്ങളുടെ തുടങ്ങി. ജാതി വ്യത്യാസങ്ങൾ അപമാനമാണ്, ജാതി ചോദിക്കുന്നതും പറയുന്നതും നാണക്കേടാണ് എന്ന് പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വർഗീയ കക്ഷികൾ RSS-ഉം BJP ഒന്നും കേരളത്തിൽ കച്ചുപിടിക്കാത്തതും നിലം തൊടാത്തതിന്റെ കാര്യം എന്താ പറയാ? നമ്മുടെയൊക്കെ ഉള്ളിൽ, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോലും ജാതി മത ചിന്തകളല്ല. എൻ്റെ കൂട്ടുകാരി, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂടെപ്പിറപ്പ്, എൻ്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് എന്ന ചിന്തയാണ്. ഇത് അപകടകരമാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ, ഞാൻ പണ്ട് താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റിൽ അടുത്ത കാലത്ത് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, മോനെ, പരിചയമുള്ള ഒരാളുടെ കൊച്ചുമകനാണ്, ഓടി വന്നു അങ്കിളെ എന്ന് പറഞ്ഞു. മക്കളെ എന്തുകൊണ്ട് വിശേഷം? പറഞ്ഞു, അങ്കിളെ ഈ ഫ്ലാറ്റ് വിടാന്ന് ചോദിച്ചവൻ പറഞ്ഞു, അങ്കിളെ ഇതിലെല്ലാം ക്രിസ്ത്യാനികളാണ് താമസിക്കുന്നത്, ഇതിലെല്ലാം മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളൊക്കെ അപ്പുറത്താ. ആ പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഈ വിഷം കുത്തിവെക്കുന്നവരെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വെച്ച് ഉറപ്പിക്കരുത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ. ഇതുകൊണ്ട് എന്ത് നേടുന്നു? ഇതുകൊണ്ട് എന്താണ് സുഖം? ഇവിടെ വരുമ്പോൾ ആളോട് പറയുന്നു, ഞാന് മതേതരവാദിയാണ്, ഞാൻ കൊല്ലത്തെ ഏറ്റവും വലിയ ഒരു മുസ്ലിം കുടുംബത്തിൽ ആരാണ്ട് സോഷ്യൽ മീഡിയ ഗണേഷ് കുമാറിനെ മുട്ടാൻ വരരുതെന്ന് മുട്ടും. ഞാൻ R ബാലകൃഷ്ണയുടെ മോനാ. വെടിക്കെട്ടുകാരനെ ഓലപ്പടക്കം കാണിച്ചും ഉടുക്കുകൊട്ടിയും പേടിപ്പിക്കാൻ നോക്കല്ലേ പൊന്നുവനെ. എനിക്ക് 10-65 വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാളുടെ പാരമ്പര്യമുണ്ട്. ഞാൻ 5 തവണ മത്സരിച്ചു, 5 തവണ ജയിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ എന്നെ ജനങ്ങളെ വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. എനിക്ക് ഈ വലിയ ഒരു ആളുകളുടെ കൂട്ടി പശുവിലും നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാമെന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. ഞാൻ സത്യസന്ധമായിട്ടേ ജീവിച്ചിട്ടുള്ളൂ. ഞാൻ പറയാനുള്ള കാര്യം ആരോടും വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമയിലൊക്കെ വരുമ്പോ ഇന്നസെന്റിനെ കണ്ട പരിചയമല്ലേ നിങ്ങൾക്കുള്ളൂ? സ്നേഹനിധിയായ പാവപ്പെട്ട മനുഷ്യൻ, പേര് പോലെ തന്നെ നിഷ്കളങ്കനായ ഇന്നസെന്റിനെ ഇരിഞ്ഞാലക്കുടക്കാർക്കറിയാം, തൃശ്ശൂർക്കാർക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പെരുമാറുന്നവരുണ്ട്. വലിയ വർത്തമാനം തള്ളിയാണ്. ഗണേഷ് കുമാർ 2 കല്യാണം കഴിച്ചു. കഴിച്ചു, എന്താ വേണം? പിള്ളേരുണ്ടെങ്കിൽ ഞാൻ ചിലവരും കൊടുക്കാതെ RSS-കാരൻ്റെ വീട്ടിൽ ചെന്നേടാ മോനെ എൻ്റെ കൊച്ചിനെ അല്ലൂടാ എന്ന് പറഞ്ഞില്ല. അവൻ്റെ ഒന്നും വായി നോക്കികളെടുത്ത് എനിക്ക് അതിനുള്ള വകയുണ്ട്, ഞാൻ കൊടുത്തോളാം, ഒരുത്തിനും വിഷമിക്കണ്ട. അതിന് യവന്മാരെ എണ്ണിക്കണ്ട, ഇവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥി എണ്ണിക്കണ്ട. അയാൾ പറയുന്നത് എന്നെ ഞാൻ എന്തോ ചെയ്യുന്ന വ്യക്തി നിയമം നടപ്പിലാക്കണമെന്ന് പറയാം, പൗരത്വ നിയമം നടപ്പിലാക്കണമെന്ന് പറയാം.
ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറയാ. ഇതെല്ലാം പറഞ്ഞേച്ച് ഒരു പള്ളിയിൽ ചെന്ന് ഇസ്താർ കഞ്ഞി കുടിച്ചപ്പോൾ കളിയാക്കിയാൽ എന്താ തെറ്റെന്താ നിങ്ങൾ പറ. അത് 2 വെള്ളത്തിൽ ഒരുത്തൻ ചവിട്ടണ്ട, ഒരു വെള്ളത്തിൽ ചവിട്ടണം. ഒരു വെള്ളത്തിൽ ചവിട്ടും, 2 വെള്ളത്തിൽ ചവിട്ടിയാലേ കാലിങ്ങനെ കീറിപ്പോകുന്നതാണ് കൂടെ. അത് ആ പറ്റിപ്പ് ഈ നാട്ടിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പറ്റിപ്പ് വേണ്ട. സിനിമയിലൊരു നടനുണ്ടായിരുന്നു, അയാളുടെ ഒരു കുഞ്ഞ്, ഞാൻ പേര് പറയത്തില്ല, മരിച്ചു. പണത്തോടുള്ള കൊതിയെ കുറിച്ച് പറയുക. ഒരു സിനിമാ നടന്റെ കഥയാ. പഴയ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് മരിച്ചു, 3 വയസ്സ്. പറയുമ്പം എന്നെ അതാണ്ടങ്ങ് തേറ്റൊട്ടിച്ചല്ലേ പറഞ്ഞു. അപ്പൊ എന്നാ കേട്ടോ, ആ നടന്റെ കുഞ്ഞ് മരിച്ചു. 3 വയസ്സുള്ള കുഞ്ഞ് മരിക്കുമ്പോ ഞാനന്ന് ഷാജി കലാസിന്റെ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഈ കുറച്ചു കളഞ്ഞ് ഈ മരണമെല്ലാം കഴിഞ്ഞ് വലിയ ദുഃഖമൊക്കെ കഴിഞ്ഞ് ആ മരണത്തെക്കുറിച്ച് ഒരാൾ മലയാള മനോരമ ആഴ്ചപ്പത്തിൽ 41 ലക്കം മകളുടെ ജീവിതവും മകളുടെ മരണവും ആ സെന്റിമെന്റ്സും പൈങ്കിളി ഭാഷയിൽ വിറ്റ് സൂപ്പർ സ്റ്റാർ പ്ലാൻ. ഇതൊക്കെ പ്ലാനുകളാ. ഒരാൾ ആരാന്ന് ഞാൻ പറയത്തില്ല, അയാൾ പിന്നീട് കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഈ സംവിധായകനെ കൊണ്ട് കള്ളം പറയുകയാണ്. അതായത് ഈ പറഞ്ഞ നീലക്കുറുക്കൻ എന്ന സിനിമയിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു റോളും ഇല്ല. ആ സിനിമ കണ്ടവർക്കറിയാം. 4 ചെറുപ്പക്കാരുടെ കഥയാണ്. അതിൽ 2 ലക്ഷം രൂപ ശമ്പളത്തിൽ ഈ കുഞ്ഞിനെ അഭിനയിപ്പിക്കാൻ വെച്ചിരുന്നതാണെന്നും 3 വയസ്സുള്ള കൊച്ചിന് 2 ലക്ഷം രൂപ റെമ്യൂണറേഷൻ വെച്ച് ഈ കുഞ്ഞും 60 വയസ്സ് വരെ സിനിമയിൽ അഭിനയിക്കുന്നു. ആ നിലയ്ക്ക് കോടാനുകോടി രൂപ, 20 കോടി രൂപ തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ട മാന്യന്മാർ സിനിമയിലുണ്ട്. എല്ലാവരും ഇന്നസെന്റ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ആരാ എന്തുവെന്നൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോളം ഞാൻ പറയത്തില്ല. അതൊന്നും ഞാൻ പറയത്തില്ല. എന്നെ പറ്റി പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഓടിയാ മുഴുക്കുകയില്ല എന്ന് ഓർത്താൽ നല്ലത്. BJP-കാർ ഓർത്തോളൂ. RSS ഗണേഷ് കുമാറിന് ഈ ഓർമ്മ പോകുന്ന അസുഖമൊന്നുമില്ല, ഭയങ്കര ഓർമ്മശക്തിയാണ്. എണ്ണി പറയും. കൂടുതൽ കേൾക്കാൻ തയ്യാറായി റെഡി ആയിക്കോ. ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നന്ദിയും സ്നേഹമുള്ളവനെ വോട്ടിയാവും. അതാണ് സുനിൽകുമാറിന് വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. സുനിൽകുമാറിന് വോട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നന്ദിയും സ്നേഹവും പാവപ്പെട്ടവനുള്ള കടപ്പാടും അധ്വാനിച്ചും. ഞാൻ തെങ്ങിൽ കയറുന്ന ആളുടെ മകനാണ്, ഞാൻ തെങ്ങിൽ കയറും, എനിക്ക് തെങ്ങിൽ കയറാൻ അറിയാമെന്ന് പറയുന്ന അയാൾ നെഞ്ചിൽ കൈ വെച്ച് പറയുന്ന അഭിമാനം. അല്ല, ഞാൻ മന്ത്രി എന്ന് പറഞ്ഞിരിക്കുകയല്ല. മന്ത്രിയായിരുന്നിട്ടുണ്ട്, സത്യസന്ധനായി പ്രവർത്തിക്കുന്നു, അഴിമതി നടത്തിയിട്ടില്ല, അഴിമതി കൂട്ടുനിന്നിട്ടില്ല. MLA ആയിരുന്നിട്ടുണ്ട്, ശക്തമായ ഭാഷയിൽ എന്നെ, ഞാൻ UDF ഉള്ള കാലത്ത് എന്നെ പോലും ശക്തമായി എതിർത്തിട്ടുണ്ട്. എനിക്കതിൽ പരാതിയില്ല. കാരണം അയാളുടെ ജോലി അതാണ്, ജനങ്ങളോട് അയാൾ കൊടുത്തിരിക്കുന്ന വാക്കതാ. പാർലമെന്റിൽ പോയാൽ അവിടെ വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ നടപടിയും എടുക്കാൻ സുനിൽകുമാറിന് കഴിയും എന്ന് മനസ്സിലാക്കുക. ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാർ ഒരു ബഹളം വെച്ച് അടിച്ചങ്ങ് വെളിയിൽ പോയി. എന്താ പറയുക, എന്റെ കൂടെ പോയി കീറി എന്റെ സാരി പിടിച്ചു വലിച്ചു, അയ്യോ. എന്നിട്ട് പുറത്ത് പോയി ഗാന്ധി പ്രതിമയുടെ മുമ്പിലേക്കും. അവിടെ ആരും വന്ന് അടിക്കത്തില്ല, കാരണം ഗാന്ധിജി സമാധാനത്തിന്റെ കാവൽപ്പടനാണ്. അദ്ദേഹത്തിന്റെ പ്രതിമയുടെ താഴെ പോയി നിന്നിട്ട് രാഹുൽ ഗാന്ധിയും കൂടെ വരും, ഒരു സെൽഫി എടുക്കും പോകും. രാഹുൽ ഗാന്ധി എന്നെ കേരളത്തിൽ വന്ന് മത്സരിച്ച 18 സീറ്റിലും കഴിഞ്ഞവണ കേരളത്തിലെയും ബഹുഭൂരിപക്ഷ സീറ്റിലും 19 സീറ്റിലും LDF-നെ പരാജയപ്പെട്ടു. നമുക്കതിൽ പരാതിയില്ല. കാരണം എന്താ അറിയാം, അന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മത്സരിച്ചാൽ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം വരികയും കോൺഗ്രസ് ഒറ്റകക്ഷിയായി മാറിയാൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാകാൻ വിളിക്കുക. അങ്ങനെ വന്നാൽ മാത്രമേ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാകാൻ വിളിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി വിളിക്കാൻ വേണ്ടി നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക. വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രചരണങ്ങളും കോൺഗ്രസ് നടത്തിയത് ജനങ്ങൾ വിശ്വസിച്ചു, നിഷ്കളങ്കമായി വിശ്വസിച്ചു. എന്നിട്ട് ജയിച്ചു, പ്രധാനമന്ത്രി ആയില്ല. അതിൽ പരാതിയില്ല, ജനാധിപത്യമാണ്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ പദവി സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ പ്രധാനമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തയ്യാറായി? മറിച്ച് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി കൂടിപ്പോയി എന്ന് തോന്നിയപ്പോൾ ഓടിച്ചെന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ നരേന്ദ്രമോദി ചോദിച്ചത് എന്തുവാ എന്ന് ചോദിച്ചു. ഒന്ന് ആലോചിക്കണം. പിടിച്ചു കെട്ടാൻ പോയവർ കെട്ടിപ്പിടിച്ചു. അതേസമയം TN പ്രതാപൻ പറയുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് വിരൽ ചൂണ്ടി, മുഖത്ത് മേപ്പോട്ടാണ്, ആക്ഷൻ ശ്രദ്ധിക്കണേ, മുകളിലാണ്. ഇതാണ് മുഖത്ത് കൊണ്ട് ഇങ്ങനെ ചൂണ്ടുണ്ട്. മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ച ഒരേ ഒരാൾ ഞാൻ. ഇപ്പൊ കോൺഗ്രസ് ആരോ കൂടാന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു എന്ന് അവകാശപ്പെട്ട പ്രതാപന് മാത്രമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് കേരളത്തിൽ അവസരം കൊടുക്കാത്തത് എന്നാലോചിക്കാം. അപ്പൊ കോൺഗ്രസ്സുകാരുടെ വികാരം എന്താണെന്ന് മനസ്സിലായില്ല. കോൺഗ്രസ് നേതൃത്വം ആരുടെ കൂടെയാണ്, ആരെ ഭയന്ന് ജീവിക്കുന്നു? 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ. ഭയന്നാ ജീവിക്കുന്നു പറഞ്ഞു, ഭയന്ന് ജീവിക്കുന്നു. ഇവിടെ സംഖ്യകളെ എല്ലാം കൂടെ ഒരു ഹാളി കയറ്റി, ഒരു എയർ കണ്ടീഷൻ ഹാളി, നമ്മളിപ്പോ ചൂടത്തിരിക്കുക, ഒരു എയർ കണ്ടീഷൻ ഹാളി കയറ്റി ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പറയാനില്ല, എനിക്ക് അച്ഛനെയും അമ്മയും സ്നേഹമാണ്, എൻ്റെ ഭാര്യ
സിനിമയിൽ വേറെ നടന്മാരുണ്ട്, ഇന്നസെന്റ് അല്ല, ഇന്നസെന്റിനെ പോലുള്ളവരും അല്ല, മറ്റേന്റെ ബാക്കിയാ, ഇൻഷുറൻസിന് എഴുതി കൊടുത്തതിന്റെ ബാക്കിയാ. തന്റെ മകളുടെ പ്രായമുള്ള കൊച്ചിനെ രഹസ്യമായി താലി കെട്ടി കൊണ്ടു കിടന്നിട്ട് ഭാര്യയുടെ താലിയും പൊട്ടിച്ചു. എന്നിട്ട് തെറ്റാന്ന് തോന്നി കുറച്ചു നേരം മടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് വീണ്ടും ഭാര്യ മൂകാംബിയെ കൊണ്ട് താലി കെട്ടി. ഇതൊക്കെ ആരാണെന്ന് എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഊഹിച്ചെടുത്തോണം. സിനിമാ വാരികളൊക്കെ വായിക്കുന്നവർക്കും ഗൂഗിളിൽ തപ്പുന്നവർക്കും കിട്ടും. എന്നെ തെറി പറഞ്ഞെങ്ങാണ്ട് ഒതുക്കാന്ന് വിചാരിച്ചിരിക്കുമെന്നോ, അതിനെങ്ങാനും വഴങ്ങുന്ന ആളാന്നോ ഞാൻ? പോരാട്ടം തന്നെ ജീവിതം. 23 വർഷം മുമ്പ് രാഷ്ട്രീയത്തിൽ വന്ന അന്നോട്ട് കേൾക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല, അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. എന്നെ സുഹൃത്തുക്കൾ എന്നോട് എടാ സിനിമയിൽ അവന് ജീവിച്ചാൽ പറയാം, നീ എന്തിനാണ് ഈ കിടന്ന് ദുരിതം അനുഭവിക്കുന്നത്? ഞാൻ തീയിലൂടെ നടന്നു വന്നവനാണ്, എന്നെ പിടിപ്പിക്കുക, എന്നോട് കളിക്കുകയും ചെയ്യരുത്. മുട്ടാൻ വന്നാൽ എന്തോ മുട്ടാൻ വരും. രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു കഥ പറയണം. ഇപ്പോൾ ഇവിടെ പിന്നെ ഞാൻ ജനപക്ഷത്താണെന്നാണ് പറയുന്നത്. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു കഥ കൂടി നിങ്ങൾ കേൾക്കണം. പത്തനാപുരത്ത് നടന്നൊരു സംഭവം. പത്തനാപുരത്ത് പുന്നല എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മകൻ, ചെറുപ്പക്കാരനായ ഒരു പയ്യൻ, ബോംബെയിൽ ഒരു കപ്പലിൽ, അതിനകത്ത് എല്ലാം പറയും, സത്യം മാത്രമേ പറയൂ. ബോംബെയിൽ ഒരു കപ്പലിൽ ജോലി കയറി. ഇപ്പം ബോംബെയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. അപ്പം ഇതിൻ്റെ പരീക്ഷയുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഒരു വർഷം 6 മാസം കണ്ട് ഈ കപ്പലിൽ പണിക്ക് വിടും. അപ്പം അവിടെ വരുന്ന ഏതെങ്കിലും ഒരു ഷിപ്പിൽ, ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു ഷിപ്പിൽ അവർ തന്നെ അറേഞ്ച് ചെയ്യും. ഒരു ഷിപ്പിനകത്ത് ഈ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കയറുന്ന 2 കുട്ടികളാണ്. ഈ പയ്യനും ഡൽഹി സ്വദേശിയായ ഒരു പയ്യനും കൂടി ഈ കമ്പനി ബോംബെയിൽ നിന്ന് ഇവനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കപ്പലിൽ കയറ്റി. ഈ കപ്പലിനെ സൊമാലിയൻ കടക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതെന്തോ മോചന ദേവിയൊക്കെ കൊടുത്ത് ഈ കമ്പനിക്കാർ കപ്പൽ മോചിപ്പിച്ചു. ഈ കപ്പൽ കെനിയയിൽ പോയി എടുത്തപ്പോൾ കെനിയൻ പോലീസ് ഈ കപ്പലിനകം പരിശോധിച്ചു. ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. അത് പിടിച്ചു. ഈ പയ്യനതായിട്ടൊരു ബന്ധമില്ല കേട്ടോ. പയ്യൻ ഇതിനകത്ത് സഹായിയായിട്ട് പഠിക്കാൻ പോയതാ. 2 പയ്യന്മാരുണ്ട്. യവന്മാർക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്തമില്ല. ഈ കപ്പൽ ഓടിക്കുന്ന അവന്മാരും അല്ല. യവന്മാർ പറയുന്ന ജോലിയൊക്കെ പറഞ്ഞ് കേട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടുപിടിക്കാൻ കയറിയതാ. യവന്മാരെ അങ്ങ് അറസ്റ്റ് ചെയ്തു. ഈ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും കെനിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പയ്യന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ എനിക്ക് സുഷമ സ്വരാജാണ് അന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി. അപ്പൊ ആ മഹത്വ വനിത നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞൂടാ. ഞാൻ മഹാനാന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് നേരിട്ട് വിളിക്കാനുള്ള പരിചയമില്ല, അങ്ങനൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന PJ കുര്യൻ സാറിനെ അദ്ദേഹം പറഞ്ഞ് ഞാൻ വേണ്ടത് ചെയ്യാമെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ഈ പിതാവിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം വിദേശകാര്യ വകുപ്പായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. അപ്പം വിദേശകാര്യ മന്ത്രിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ്. അദ്ദേഹം അപ്പം തന്നെ ഉടൻ തന്നെ എംബസിയിലേക്ക് വിളിച്ചു. ശ്രീമതി സുഷമ സ്വരാജിനെ വിളിച്ചു, എംബസിയിൽ വിളിച്ചു, എല്ലാം സംസാരിച്ചു. പിറ്റേ ദിവസം ഈ പരാതി പറഞ്ഞ അച്ഛന് എംബസിയിൽ നിന്നും കത്ത് വന്നു. നിങ്ങളുടെ മകന്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് കെനിയൻ ഇന്ത്യൻ എംബസി അറിയിച്ചു. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കെനിയയിൽ നിന്നും അവിടുത്തെ മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി, അദ്ദേഹം രഞ്ജിത്ത് എന്നാണ് പേര്, അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് മെയിൽ അയക്കുന്നുണ്ട് നിരന്തരമായി. അപ്പൊ അവരവിടെ ഭയങ്കര ശ്രമം നടത്തുക. മലയാളി സംഘടന ഈ പയ്യനെ ഇങ്ങനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കരമായ ശ്രമം നടത്തുകയാണ്. അവസാനം അവരാണ് പുറത്ത് കൊണ്ടുവന്നത്. അത് നിൽക്കട്ടെ, അവരൊരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ 6 മാസം കൂടുതലും പാർട്ടി മാറുന്ന ഒരുത്തനുണ്ട്. കുറച്ച് ദിവസം കേരള കോൺഗ്രസിലായിരുന്നു, കേരള കോൺഗ്രസിലുണ്ട്. അത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നെന്ന് പറയുന്നിട്ട് അതിനിടയ്ക്ക് BJP-യിലായിരുന്നു. അങ്ങനെ 6 മാസത്തിൽ ഒരിക്കൽ പാർട്ടി മാറും. അപ്പം ഇവൻ്റെ വീടും ഈ പയ്യൻ്റെ വീടും അടുത്താണ്. അവിടെ ചെന്ന് ഈ അച്ഛനോട് പറഞ്ഞു കൊടുത്തു, തിരുവനന്തപുരത്ത് ഒരു MP ഉണ്ട്, തിരുവനന്തപുരത്തല്ല ഒരു BJP-യുടെ MP ഉണ്ട്, പ്രധാനമന്ത്രി നേരിട്ടെടുത്തതാ എന്ന് പറഞ്ഞു. അപ്പം അയാളെ പരിചയം എന്ന് പറഞ്ഞാൽ ഇയാൾ ചെന്ന് ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് വയ്ക്കാൻ ഒരു IMAX ലൈറ്റ് വെച്ചു. അത് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി കൊടുത്തു അന്ന്, ഒരു IMAX ലൈറ്റ്. അപ്പൊ യമൻ പറഞ്ഞ ഈ അച്ഛനോട് പറഞ്ഞ് നിങ്ങൾ വാ, അയാളെ കൊണ്ട് കാണിക്കാം, അയാൾ പ്രധാനമന്ത്രിയുടെ അടുത്ത ആളാ, മോനെ പെട്ടെന്ന് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ഒരച്ഛനല്ലയോ, ആരെ കാല് വേണം പിടിക്കത്തില്ലയോ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. ഈ മനുഷ്യൻ അവിടെ ചെന്ന് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഈ ഇദ്ദേഹം കാറിൽ ഇങ്ങനെ ഇറങ്ങി വരാം, രാജാവിനെ പോലെ ഇങ്ങനെ ഇറങ്ങി വരാം. വന്നിട്ട് കാറി കയറി. ഇത് ഇമെയിലായി, ഈ രംഗം ഇമെയിലായി എനിക്ക് അയച്ചു തന്നത് കെനിയ മലയാളി സമാജത്തിന്റെ സെക്രട്ടറിയാണ്. ഈ അച്ഛനോടും പറയാം, അയാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവിടെ ചെന്നു, അദ്ദേഹം ഒരു ഓടി കാറിലേക്ക് ഇങ്ങനെ കയറി അങ്ങോട്ട് ഇരുന്നു. അപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചു. അല്ല, എൻ്റെ മകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ത് പറ്റി? മകൻ കെനിയയിൽ ജയിലിലായിപ്പോയി, കപ്പലിൽ ജോലിയായിരുന്നു. ഉടനെ ചോദിച്ചു, അവൻ പറഞ്ഞു എന്നെ മോനെ ഇറക്കാൻ സഹായിക്കണം. എന്താണ് ചെയ്തത്? അവിടെ കപ്പലിൽ എന്തോ ഡ്രഗ്സ് പിടിച്ചില്ല, അവനെ കൂടെ. എന്ത് ഡ്രഗ്സോ? ഐ ആം ഡെഡ്ലി അഗൈൻസ്റ്റ് ഡ്രഗ്സ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞു ഈ അച്ഛനെ ഓടിച്ചു വിട്ടിട്ട് കാറി കയറി പോയി.
അയാളൊക്കെ ജനപക്ഷത്ത് നിൽക്കും എന്ന് ടി വിയിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരെങ്കിലും മണ്ടന്മാരെ കൊണ്ട് പറ്റൂ? നമുക്ക് പറ്റൂല. ആ അച്ഛന്റെ കണ്ണുനീര് ഞാൻ കണ്ടതാ. അവസാനം കെനിയയിലെ മലയാളി സംഘടനകൾ ബുദ്ധിമുട്ടി അവർ കേസ് പറഞ്ഞ് ഈ പയ്യനെ അവിടുന്ന് മോചിപ്പിച്ചു ജയിലിൽ നിന്ന്. ഒരു രോമത്തിന്റെ ഉപകാരം ചെയ്തില്ല, ഒരു പുല്ല് വിലയ്ക്ക് ചെയ്തില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ എം ഡെഡ്ലി അഗൈൻസ്റ്റ്. അവൻ ഒന്നും ചെയ്തില്ല. ഡ്രഗ്സ് എന്ത് ചെയ്ത? അവൻ പോയ കപ്പലിന്റെ ഒരു മൂലയ്ക്ക് അവനിരുന്നു. അതിന്റെ അങ്ങേയറ്റത്ത് കണ്ട് ഡ്രഗ്സ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവനെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അവന്റെ അച്ഛനോട് പറയാം, ഐ എം ഡെഡ്. കഞ്ചാവ് ലഹരി മരുന്നിനെ പറ്റി ഡ്രഗ്സിനെ കുറിച്ച് എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എങ്ങനെ എന്റെ മുന്നിൽ വരാൻ കഴിഞ്ഞു? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.